ശ്രീ ഷാബു പ്രസാദ് കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് പല ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇടാതെ പ്രവേശിപ്പിക്കുന്ന ഒരു ശീലം ഇപ്പോഴുണ്ട്. അത് ശരിയല്ല, അത് തിരുത്തപ്പെടേണ്ടതാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കണം. അത്തരത്തിലുള്ള മാറ്റം കാലഘട്ടത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നു ഇത് കൃത്യമായൊരു സാമൂഹിക ഇടപെടൽ ആണ്. ഒരു പക്ഷേ വരും കാലങ്ങളിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അതൊരു അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് കേൾക്കുമ്പോൾ സാധാരണക്കാർക്കായ ആളുകൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായർ പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള ഇടപെടൽ ആണ്, ഹൈന്ദവ സമൂഹത്തിന്മേലുള്ള തിരുത്തൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തിരുത്തുന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ശിവഗിരിയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായി എന്ന് നമുക്ക് നിരീക്ഷിക്കാനാകുമോ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഷർട്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞോട്ടെ. ഈ കേരളത്തില് ഷർട്ട് ധരിക്കാതെ, ഷർട്ട് അല്ലെങ്കിൽ ഷർട്ട്, ബനിയൻ, പാന്റ് എന്നിവ ധരിക്കാതെ പ്രവേശിക്കണം എന്ന്, അങ്ങനെ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് കർശനമായി വ്യവസ്ഥയുള്ള ക്ഷേത്രങ്ങൾ പ്രധാനമായും കേരള സർക്കാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും. ആറന്മുള, ചെങ്ങന്നൂര്, ഗുരുവായൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയാണ് ജന്മബ്രാഹ്മണർ തന്നെ മാത്രമേ ശാന്തിക്കാരായി അപേക്ഷിക്കേണ്ടതുള്ളൂ എന്ന കർശനമായ നിയമമുള്ളതും ഇവിടെ തന്നെയാണ്. അതായത് കേരള സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിൽ തന്നെയാണ്, സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രം. എന്നാലേ ഇപ്പം നിങ്ങളുടെ അറിവിലേക്കായി പറയാം, ചിലപ്പോൾ അറിയാമായിരിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ വിശ്വഹിന്ദു പരിഷത്ത് ഭരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, വിശ്വഹിന്ദു പരിഷത്ത് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതി നടത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. ഇവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സോക്കോൾഡ് ഹിന്ദു ഫനാറ്റിക് ഫാസിസ്റ്റുകളാണല്ലോ ഇവരൊക്കെ. എറണാകുളത്ത് പാവക്കുളം ശിവക്ഷേത്രം വളരെ വിഖ്യാതമായ ക്ഷേത്രമാണ്. എറണാകുളത്തെ കലൂരുള്ള പാവക്കുളം ക്ഷേത്രം നല്ല സാങ്ക്ടിറ്റിയുള്ള അപാര ചൈതന്യമുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പാൻറിട്ട് കയറാം, പാൻറ്റും ഷർട്ടും ബനിയനും എല്ലാം ഇട്ട് അവിടെ കയറാം കാലാകാലങ്ങളായി. അതേപോലെ ഇവിടെ കോഴിക്കോട്ടെ എൻ്റെ വീടിനടുത്തുള്ള നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രം, എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ. അല്ല, അതിൽ ശബരിമലയും കൂടി പറഞ്ഞു പോകണ്ടേ? ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ പ്രശസ്തമായ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ശബരിമലയാണല്ലോ. അല്ല, ഞാനതല്ല പറഞ്ഞേ, ഈ ആചാരങ്ങൾ നിലനിൽക്കുന്ന, ഇപ്പൊ ശബരിമലയിലെ ആചാരം വേറെ, മറ്റിടത്തെ ആചാരം വേറെ, അവിടുത്തെ ആചാരം വേറെ, ഇവിടുത്തെ ആചാരം വേറെ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വാദത്തിന് വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ സമ്മതിക്കാം. ഇതല്ല, ഇവിടെ അങ്ങനെ മാറ്റിയതാണ്. ഇപ്പൊ പറഞ്ഞു ഈ നെല്ലിക്കോട് വിഷ്ണു ക്ഷേത്രത്തില് ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വരെ അങ്ങനെ പറ്റില്ലായിരുന്നു. പാൻറിട്ട് കയറാൻ പറ്റില്ലായിരുന്നു, ഷർട്ടിട്ട് കയറാൻ പറ്റില്ലായിരുന്നു. അത് മാറ്റിയതാണ്. ഇപ്പൊ ശബരിമലയിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല, ശരി, അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റം, അങ്ങനെയെങ്കിലും നമുക്ക് പറയാം. അതായത് ഇവരൊക്കെ ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പുതിയതല്ല, ഇവിടെ പുതിയതല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഹിന്ദു സമൂഹത്തിന്റെ ഉള്ളിൽ ഹിന്ദു സമൂഹത്തിന് തന്നെ അങ്ങനെ ഒരു വൈബ്രൻസി ഉണ്ട്, ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു വൈബ്രൻസി ഉണ്ട്, ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. കാലാകാലങ്ങളിൽ ഓരോ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അതാത് കാലത്ത് അങ്ങനെയുള്ള ആചാര പരിഷ്കരണങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും അധികം നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം അങ്ങനെ നടന്നതാണ്. അതിനുശേഷം എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതാരാണ് അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടത്? ആരാണത് ചെയ്യേണ്ടത്? അത് എവിടെയാണ് അതിന്റെ സംവാദം നടക്കേണ്ടത്? ക്ഷേത്രങ്ങളിൽ ഈ വിശ്വാസമില്ലാത്ത, ക്ഷേത്രങ്ങളിലോ ആചാരങ്ങളിലോ ഒന്നും വിശ്വാസമില്ലാത്ത, ക്ഷേത്രങ്ങള് വെട്ടുനിരത്തി കപ്പ നടണമെന്ന് പറയുന്നവരാണോ ക്ഷേത്രങ്ങളെ പറ്റി അഭിപ്രായം പറയേണ്ടത് എന്നുള്ളിടത്താണ് ഇവിടെ ചോദ്യം വരുന്നത്. അവരല്ല അഭിപ്രായം പറയേണ്ടത്. ഇതിന്റെ സംവാദം നടക്കേണ്ടത്, വാദപ്രതിവാദങ്ങൾ നടക്കേണ്ടത്, തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരേണ്ടത് ഏത് സമൂഹത്തിനാണോ മാറ്റങ്ങൾ ആവശ്യമുള്ള ആ സമൂഹത്തിന്റെ ഉള്ളിലാണ്.
ആ സമൂഹത്തിന്റെ ഉള്ളിൽ സംവാദങ്ങൾ നടക്കുന്നതിന്റെ അകത്ത് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ സ്വാമി സച്ചിദാനന്ദ അങ്ങനെ അഭിപ്രായം പറഞ്ഞു, സുകുമാരൻ നായർ മറ്റൊരു അഭിപ്രായം പറയുന്നു. ശരി, അവിടെയാണ് എന്റെയും സംശയം ഉണ്ടാകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഒരു പക്ഷേ ഇടത് രാഷ്ട്രീയം, CPIM രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ അടിത്തറ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അവിടെയും ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിശ്വാസികൾ ആയിട്ടുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പല ക്ഷേത്രങ്ങളും അത്തരം നിയന്ത്രണത്തിലാണ് എന്ന് പറയാം. ഇവിടെ ഇതാ അങ്ങനെയൊരു രാഷ്ട്രീയ പാർട്ടിയെയോ സർക്കാരിനെയോ മാത്രമല്ല സുകുമാരൻ നായർ എതിർത്തത്, ശിവഗിരിയും തീരുമാനിക്കേണ്ട എന്നാണ് പറയുന്നത്. ശിവഗിരിയുടെ പ്രാധാന്യം, കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രാധാന്യം, അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കീഴ്ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രാചാരങ്ങളിൽ ക്ഷേത്രപൂജകളിലൊക്കെ വ്യാപൃതരാകുന്ന സാഹചര്യം. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുമ്പോൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന വലിയൊരു മെജോറിറ്റി ആളുകൾ ഈ ശ്രീനാരായണീയരായിട്ടുമുണ്ടല്ലോ ശ്രീ ഷാബു പ്രസാദ്. തീർച്ചയായിട്ടും ഞാൻ അതിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം സുകുമാരൻ നായരായാലും സ്വാമി സച്ചിദാനന്ദയായാലും സമഗ്രമായ ഒരു ഹിന്ദു സമൂഹം എല്ലാ ജാതികളെയും ഇവിടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമഗ്രതയോടുകൂടിയാണോ ഇവരൊക്കെ നിലകൊള്ളുന്നത്? ഇവരൊക്കെ എന്താണ് അതിന് നിലപാടുകൾ എടുക്കുന്നത്? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു സംഭവം, എൻ്റെ ഒരു അനുഭവം പറയാം. 2 കൊല്ലം മുമ്പ് ആലപ്പുഴ നടന്ന ഒരു പുസ്തക പ്രകാശനം ഞാനും പങ്കെടുത്തിരുന്നു. സ്വാമി സച്ചിദാനന്ദ ആയിരുന്നു അതിൻ്റെ അകത്ത് മുഖ്യ പ്രഭാഷകൻ. സ്വാമി സച്ചിദാനന്ദയുടെ ഒരു അഭിപ്രായം അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1-2 പതിറ്റാണ്ട് മുമ്പെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ സാമൂഹ്യ നവോത്ഥാന നായകരുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗുരുദേവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, അയ്യാവൈകുണ്ഠ സ്വാമികളുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. അങ്ങനെ ഒരുപാട് പേരിൽ ഒരാൾ മാത്രമായി ഗുരുദേവനെ പലരും ഒതുക്കുകയാണ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഈ സ്വാമി സച്ചിദാനന്ദയുടെ വായിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാനും കൂടി ഇരുന്ന വേദിയിലാണ്. ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതൊരു ശരിയായ ആരോഗ്യകരമായ നിലപാടല്ല. അതായത് ഗുരുദേവനെ മാത്രം ഐക്കണൈസ് ചെയ്തുകൊണ്ട്, ഗുരുദേവനെ മാത്രം അങ്ങനെ ഒരു മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഇത് മാത്രമാണ് അങ്ങനെ ഒരു സെക്ട് രൂപീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഒരു സെക്റ്റായി മാറാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും ഒരു ഹിന്ദു സമാജം എന്നുള്ള സമഗ്ര സങ്കല്പത്തിന് ഒരിക്കലും, ആ സമഗ്ര ധാരണയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. അതുപോലെ തന്നെയാണ് സുകുമാരൻ നായർ. ഇപ്പം ഒരു കാര്യം വെക്കണം, മന്നത്ത് പത്മനാഭൻ, മഹാനായ മന്നത്ത് പത്മനാഭൻ ശരിക്കും ആ ഹിന്ദു സമൂഹത്തിനെ മുഴുവനും അഡ്രസ് ചെയ്യുക. അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ പേരിൽ നിന്ന് ജാതി പേരെടുത്ത് കളയുകയാണ് ചെയ്തത്. ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ പേര് അദ്ദേഹം വിട്ടത് ഇന്നും നിലനിൽക്കുന്ന പേര് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് എന്നാണ്. പക്ഷേ പിന്നീട് വന്ന NSSന്റെ നേതൃത്വം, പ്രത്യേകിച്ച് ഇപ്പൊ സുകുമാരൻ നായർ, അവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം നായർ ഇത് മാത്രം അദ്ദേഹം പറഞ്ഞതാണ്. ഞാനും പണ്ട് ദണ്ഡ പിടിച്ച RSSന്റെ അകത്ത് പോയിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് ജാതിയില്ല, എനിക്ക് ജാതിയുണ്ട്, ഞാൻ നായരാണ്. അവിടെ നായരും നമ്പൂരി ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് വിട്ടുപോകുന്നത്. അങ്ങനെ നിലപാടുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ഹിന്ദു സമൂഹത്തെ സമഗ്രമായി കാണാൻ കഴിയും? അതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹത്തിനെ മുഴുവൻ ബാധിക്കുന്ന ആ വിഷയങ്ങളിൽ ഇവർക്ക് ശരിയായ രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രസ്താവനകളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു.